ഫാമിലി പടമാണോ? ഫാമിലി അല്ല, ഇതൊരു ഗാങ്സ്റ്റർ മൂവി തന്നെയാണ്. ഫ്രണ്ട്സ് നല്ല അർമാദിച്ച് കാണാൻ പറ്റിയ ഒരു പടമാണ് ഇത്. കാരണം പുള്ളിക്ക് വേണ്ടി പുള്ളിയെ നല്ല ബൂസ്റ്റ് ചെയ്യുന്ന കുറേ സീൻസ് പടത്തിലുണ്ട്. അത് പുള്ളിയുടെ ഫാൻസിന് നല്ല രീതിക്ക് ഇഷ്ടപ്പെടാൻ നല്ല രീതിക്ക് ചാൻസ് ഉള്ള പടമാണ്. പുള്ളിയുടെ എവിടെയൊക്കെയോ ടച്ച് മിസ്സാവുന്ന പോലെ. ഫസ്റ്റ് ഹാഫ് കുഴപ്പമില്ല, അങ്ങോട്ട് ഏറ്റില്ല എന്ന് വെച്ചാൽ സൂര്യയുടെ കംബാക്ക് പ്രതീക്ഷിച്ചു. പക്ഷേ ഇത് നല്ലപോലെ അഭിനയിച്ചിട്ടുണ്ട്. സൂര്യയുടെ ലുക്കായാലും പുള്ളിയുടെ മറ്റേ ഫൈറ്റിംഗ് സ്കില്ലായാലും അതിൽ പല പല ഫൈറ്റിംഗ് സ്കിൽസൊക്കെ കാണിക്കുന്നുണ്ട്. അതൊക്കെ രസമുണ്ട്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന തിയേറ്ററിനകത്താണ്. തിയേറ്ററിൽ നിങ്ങൾ ഗസ് ചെയ്തതാണ്, പോസ്റ്റർ കണ്ടപ്പോഴേ മനസ്സിലായി. കാരണം പുതിയതായിട്ട് ഇറങ്ങിയ സൂര്യയുടെ പടമായ റെട്രോയുടെ റിവ്യൂ എടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നേക്കുന്നത്. ഇവിടെ തിയേറ്റർ മൊത്തം ഫുള്ളാണ്. അപ്പം നമുക്ക് ഇനി ആൾക്കാരുടെ റിവ്യൂകൾ എങ്ങനെയാണെന്നൊന്നും എനിക്ക് പിടിയില്ല. അപ്പം നമുക്ക് ഇനി എങ്ങനെയാണെന്നുള്ളതൊന്ന് നല്ലതാണെന്ന് ഹോപ്പ് ചെയ്യുന്നു. അപ്പം നമുക്ക് ഇനി ആൾക്കാരുടെ റിവ്യൂലോട്ട് പോകാം. പടം എങ്ങനെയുണ്ട്? സിനിമ എങ്ങനെയുണ്ട്? സൂപ്പർ പടം. സൂര്യയുടെ അഭിനയം എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. ചേട്ടാ പടം എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. പടം എങ്ങനെയുണ്ട്? ചേട്ടാ പടം എങ്ങനെയുണ്ട്? സിനിമ. സൂര്യയുടെ അഭിനയം കുഴപ്പമില്ല. കുഴപ്പമില്ല. ചേട്ടാ പടം എങ്ങനെയുണ്ട്? അനി പടം എങ്ങനെയുണ്ട്? കൊള്ളാം. അടിപൊളിയായിട്ടുണ്ട്. സൂര്യയുടെ അഭിനയം സൂപ്പർ നല്ലതായിട്ടുണ്ട്. ഡയറക്ഷൻ എല്ലാ കുഴപ്പമില്ല, നല്ലതായിട്ടുണ്ട്. സൂപ്പർ ആയിട്ടുണ്ട്. കങ്കുവയാണോ ഇഷ്ടപ്പെട്ട? ഇത് ഇഷ്ടം. റെട്രോ കുഴപ്പമില്ല, കണ്ടിരിക്കാം. സൂര്യ ഫാൻസിന് കുറച്ചുകൂടി നല്ലതായിരിക്കും. പക്ഷേ ഒരു സ്ലോ പേസിലാണ് വരുന്നത്. കൂടുതൽ ഫാമിലി പടമാണോ? ഫാമിലി അല്ല, ഇതൊരു ഗാങ്സ്റ്റർ മൂവി തന്നെയാണ്. അപ്പോൾ ആ ഒരു മോഡിൽ തന്നെ എടുക്കണം. സൂര്യയുടെ പണ്ടത്തെ രീതിയിലത്തെ പടങ്ങൾ പോലത്തെ പണ്ടത്തെ രീതിയല്ല, ഒരു കാർത്തിക് ശുഭരാജിന്റെ ഒരു സ്റ്റൈൽ തന്നെയാണ്. ഒരു മറ്റേ വിക്രമിന്റെ ഒരു പടമല്ല, ആ ഒരു മോഡ് തന്നെയാണ്. ഡയറക്ഷനൊക്കെ അടിപൊളിയാണ്. സ്റ്റോറി അതാ പറഞ്ഞത്, ഗാങ്സ്റ്റർ ആണ്. അപ്പോൾ സ്റ്റോറി വൈസ് ഓക്കെയാണ്, പക്ഷെ ആ ഒരു മോഡിൽ തന്നെ കാണണം, അങ്ങനെ അത് പറ്റുള്ളൂ. BGM സോങ് ഒക്കെ ഓക്കെയാണ്, പക്ഷെ ഞാൻ പറഞ്ഞില്ല, ഒരു കുറച്ചൊരു ലാഗ് ഉണ്ട്. അല്ലാതെ നോക്കുമ്പോൾ ഒക്കെ ഓക്കെയാണ്, പക്ഷെ ആ ഒരു മോഡിൽ തന്നെ അത് എടുക്കേണ്ടി വരും. കങ്കുവിനെക്കാട്ടും ബെറ്റർ. മോൻ അങ്ങനെ കാണാറില്ല. ഓക്കെ. പടം എന്ന് പറഞ്ഞാൽ നമ്മൾ സൂര്യയുടെ ഒരു കംബാക്ക് പ്രതീക്ഷയാണ് നിന്നെ. പക്ഷേ കാർത്തിക് സുബ്രാജിന് എനിക്ക് നല്ല വിശ്വാസം ഉണ്ടായിരുന്നു. പുള്ളിയുടെ പഴയൊരു പടം, കഴിഞ്ഞ പടം ജിഗർദാൻ്റെ ഡബ്ലിക്സ്, അത് നല്ലൊരു പടമാണ്. രാഘവ ലോറൻസ് ആയിരുന്നു, എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു. പക്ഷേ ഈ പടത്തിൽ പുള്ളിയുടെ എവിടെയൊക്കെയോ ടച്ച് മിസ്സാവുന്ന പോലെ. ഫസ്റ്റ് ഹാഫ് കുഴപ്പമില്ല, അത്രയ്ക്ക് അങ്ങോട്ട് ഏറ്റില്ല എന്ന് വെച്ചാൽ സൂര്യയുടെ കംബാക്ക് പ്രതീക്ഷിച്ചു. പക്ഷേ ഇത് നല്ലപോലെ അഭിനയിച്ചിട്ടുണ്ട്. സൂര്യയുടെ ലുക്കായാലും പുള്ളിയുടെ മറ്റേ ഫൈറ്റിംഗ് സ്കില്ലായാലും അതിൽ പല പല ഫൈറ്റിംഗ് സ്കിൽസൊക്കെ കാണിക്കുന്നുണ്ട്. അതൊക്കെ രസമുണ്ട്. പിന്നെ നമ്മുടെ മലയാളം നടൻ ജോർജ് ജോർജ്, പിന്നെ ജയറാം, ഇവരൊക്കെ സൂപ്പറായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അത്യാവശ്യം ഒരു ജോർജ് ജോർജ് നല്ലപോലെ പുള്ളിക്ക് കിട്ടിയ റോള് പുള്ളി കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. ജയറാമോ അതേപോലെ അവർ കറക്റ്റായിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ പടത്തിൽ നമ്മൾക്ക് അങ്ങോട്ട് ഏക്കുന്നില്ല. സ്റ്റോറി എന്ന് പറഞ്ഞാൽ സ്ഥിരം പുള്ളിയുടെ സ്റ്റോറി തന്നെ, ഒന്ന് കഴിഞ്ഞ പടങ്ങളിലൊക്കെ അതേപോലത്തെ ഒക്കെ സ്റ്റോറി തന്നെ. പക്ഷെ എന്നാലും അങ്ങോട്ട് ഇതല്ല. ഒരു ഡയറക്ഷൻ പെർഫെക്റ്റാ. അപ്പോൾ ഓരോ ഫ്രെയിം ആയാലും കാര്യങ്ങളൊക്കെ ആയാലും പെർഫെക്റ്റാ. മ്യൂസിക് ഒക്കെ അതിൽ ഫൈറ്റിങ്ങിനൊക്കെ എടുത്തേക്കുന്ന മ്യൂസിക് നല്ല രസമുണ്ട് കേൾക്കാൻ. നായിക എന്ന് പറയുമ്പോൾ ഇതിനകത്ത് നമ്മുടെ പൂജ ഹെഗ്ഡെയാണ്. പുള്ളിക്കാരത്തി റോള് അത്യാവശ്യം നല്ലപോലെ ചെയ്തിട്ടുണ്ട്. വേറെ പ്രശ്നമില്ല. വില്ലൻ എന്ന് പറഞ്ഞാൽ ഇതിൽ വില്ലന് പവർഫുൾ എന്ന് പറഞ്ഞാൽ അവനൊരു ഏരിയയിലെ ഒരു ആളാ, അത്ര ഗാങ്സ്റ്റർ കൂട്ടാ. പക്ഷെ ആ ഗാങ്സ്റ്ററിനെ ആ വില്ലൻ അങ്ങോട്ട് ആ സൂര്യയായിട്ട് ഏക്കുന്നില്ല. പക്ഷെ സൂര്യക്ക് ഒരു ഓപ്പോണന്റ് ആണെന്ന് തോന്നത്തില്ല ആ ഒരു രീതിയില്ല. പക്ഷെ പുള്ളിയാണെങ്കിൽ നല്ലപോലെ വില്ലനാന്നുള്ള ആ ഇത് കാണിക്കുന്നുണ്ട്. പക്ഷെ സൂര്യക്ക് ഒരു ഓപ്പണന്റ് ആയിട്ടോ എനിക്ക് തോന്നിയിട്ടില്ല. അതൊരുമാതിരി ഒരു സൈക്കോ രീതിയിലാണ് ആളെ കാണിക്കുന്നത്. ഫസ്റ്റ് ഹാഫാണ് ഇത്തിരി മെച്ചം, സെക്കൻഡ് ഹാഫ് ഭയങ്കര. ഓവറോൾ എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല,
കുഴപ്പമില്ല ആവറേജ്. പക്ഷെ കാർത്തിക് സുബ്രാജിന്റെ അത്രയും പുള്ളിയുടെ പഴയ പടങ്ങളുടെ അത്ര ഒരു വരുന്നില്ല, ഏൽക്കുന്നില്ല. പടം എങ്ങനെയുണ്ട്? പടം ഒരു കുഴപ്പമില്ലാത്തൊരു പടം, പക്ഷേ പ്രതീക്ഷിച്ച ലെവലിൽ വന്നില്ലെങ്കിൽ പോലും കുഴപ്പമില്ലാത്തൊരു പടം, ഒരു തിയേറ്റർ വാച്ചിന് വേണ്ടിയുള്ള ഒരു പടം. സൂര്യയുടെ അഭിനയം സൂര്യ കിടിലാണ് പടത്തിൽ. സൂര്യ പോലെ തന്നെ ജോജു ജോർജിന്റെ പെർഫോമൻസ് ആണെങ്കിലും നല്ല ടോപ്പായിട്ടിരിക്കുന്ന ഒരു പടമാണ് ഈ റെട്രോ. ജയറാമിന് ഒരു കൊമേഡിയൻ റോള് പോലെയാണ് പടത്തിൽ കൊടുത്തിരിക്കുന്നത്. പുള്ളി അത് അത്യാവശ്യം സ്യൂട്ടായിട്ട് തന്നെ പുള്ളി അത് ചെയ്തിട്ടുണ്ട്, വർക്കായിട്ടുണ്ട്. കാർത്തിക് സുബ്രാജിന്റെ പടത്തിലെ മെയിൻ ആണ് സന്തോഷ് നാരായണൻ. പുള്ളി നല്ല രീതിക്ക് പടത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. കാർത്തിക് സുബ്രാജൻ ഡയറക്ഷൻ നല്ല മേക്കിംഗ് ക്വാളിറ്റിയിലുള്ള നല്ല രീതിയിൽ പുള്ളി പടം നല്ല ഔട്ടായിട്ട് ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെ എന്നും കാണുന്ന രീതിയിലുള്ള മേക്കിംഗ് ക്വാളിറ്റി ഈ പടത്തിലും ആവർത്തിക്കപ്പെടുന്നു. ഉറപ്പായിട്ട് റെട്രോ ആണ് ഇഷ്ടപ്പെട്ട. കാരണം കങ്കുവ ഭയങ്കര മോശം ഒരു പടമായിരുന്നു. സൂര്യയുടെ കരിയറിൽ തന്നെ ഏറ്റവും നല്ലൊരു മോശം പടം എന്ന് പറയാൻ പറ്റിയ ഒരു പടമായിരുന്നു കങ്കുവ. പക്ഷേ ഇതിൽ അങ്ങനെയല്ല. സൂര്യയുടെ പെർഫോമൻസ് ആണെങ്കിലും സ്ക്രിപ്റ്റിൽ കുറച്ച് പോരായ്മ ഉണ്ടെങ്കിൽ പോലും അതൊന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ കുറേ പേർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. പക്ഷേ എൻ്റെ ഒപ്പീനിയൻ പറയുക, പടം കുറച്ചുകൂടെ വർക്കായേനെ. ഫ്രണ്ട്സ് നല്ല അർമാദിച്ച് കാണാൻ പറ്റിയ ഒരു പടമാണ് ഇത്. കാരണം പുള്ളിക്ക് വേണ്ടി പുള്ളിയെ നല്ല ബൂസ്റ്റ് ചെയ്യുന്ന കുറേ സീൻസ് പടത്തിലുണ്ട്. അത് പുള്ളിയുടെ ഫാൻസിന് നല്ല രീതിക്ക് ഇഷ്ടപ്പെടാൻ നല്ല രീതിക്ക് ചാൻസ് ഉള്ള പടമാണ് ഇത്. ഫാമിലി പടത്തിനെക്കാട്ടി കുറച്ചും കൂടെ ഇതായിട്ട് ഫാൻസ് പടമായിട്ടാണ്. ഫാൻസിന് വേണ്ടിയുള്ള നല്ലൊരു ട്രീറ്റ് തന്നെയാണ് പറയാം. കാരണം കുറേ ഫൈറ്റ് സീൻസ് ഉണ്ട്. അതേപോലെ സൂര്യ നല്ല സ്റ്റൈലിഷ് ആയിട്ട് കാണിക്കുന്നുണ്ട്. അങ്ങനെ കുറേ സംഭവങ്ങൾ പടത്തിലുണ്ട്. ഹീറോയിനാ ഈ പൂജയ്ക്ക് അത്യാവശ്യം ഒരു ഓക്കെ റോള്. കാരണം പുള്ളിക്കാരിക്ക് നല്ല ഇമ്പോർട്ടൻ്റ് റോളെന്ന് പറയാൻ പറ്റത്തില്ല. 3 സെക്ഷനായിട്ടാണ് പടം വേർതിരിച്ചിരിക്കുന്നത്. അപ്പം ലവ് എന്നൊരു പോർഷനിലാണ് ഈ പൂജയായിട്ടുള്ള പോർഷൻ വരുന്നത്. പുള്ളിക്കാരിക്ക് ഒരു ഓക്കെ റോള്, അല്ലെ പ്രത്യേകിച്ച് മികച്ചതെന്ന് പറയാനില്ല.